ഹലോ, ഇന്ന് ഉച്ചയ്ക്ക് നല്ല അടിപൊളി മത്തി കിട്ടി കേട്ടോ. നല്ല പച്ച മത്തിയായിരുന്നു. കുറേ ദിവസമായി മത്തിയൊക്കെ കിട്ടിയിട്ട്. കൂട്ടത്തിൽ കൊഴുവ ഉണ്ടായിരുന്നു. അപ്പോൾ കൊഴുവ ഇന്ന് പീര പറ്റിക്കാമെന്ന് കരുതി. അതാകുമ്പോൾ വേറെ തോരനോ മെഴുക്കുവറ്റോ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അതൊന്ന് വേവിക്കാൻ വെച്ചു. പിന്നെ നമ്മുടെ മത്തി തേങ്ങ അരച്ച് കറി വെക്കാമെന്ന് കരുതി. ആ തേങ്ങയുടെ കൂടെ കുറച്ച് വലിയ ജീരകം ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാനിത് എടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഞാൻ റീസെൻ്റ്ലി ഒരു വീഡിയോയ്ക്കകത്ത് ഇതേപോലെ മീൻകറിയുടെ വീഡിയോ ചെയ്തപ്പം ചിലർ പറഞ്ഞു ജീരകം ചേർക്കില്ല, കൊള്ളില്ല എന്നൊക്കെ. പക്ഷേ ഞാൻ ചെയ്യുമ്പോൾ ജീരകം ചേർക്കാറുണ്ട്. വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നല്ല അടിപൊളി കറിയാണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. പിന്നെ പീര പറ്റിക്കുന്നതാണെങ്കിലും ചിലവർ ഒരുമിച്ചിട്ടാണ് വെക്കുന്നത്. പക്ഷെ ഞാൻ മീൻ ആദ്യം കുടംപുളി ഉപ്പിട്ട് വേവിച്ചതിന് ശേഷം മസാല ചേർത്ത് ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർക്കലാട്ടോ പതിവ്. അതാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. പിന്നെ നമ്മുടെ മത്തിയും അതേപോലെ തന്നെ മത്തിയുടെ മുട്ടയൊക്കെ ഒന്ന് വറക്കാൻ വേണ്ടി മസാല പറ്റി വെച്ചു. നമ്മുടെ കറി റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്കും താളിച്ചൊഴിച്ചു. കൂട്ടത്തിൽ കുറച്ച് മുളക് പൊടി മൂപ്പിച്ചും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മീനൊക്കെ വറുത്ത് അങ്ങനെ ആ ഒരു ഫുഡ് അങ്ങ് കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.